ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ മാതാപിതാക്കളെ, മക്കളുടെ അനുഗ്രഹത്തിനായി നമ്മൾ പ്രാർത്ഥിക്കുന്നു. ബെനഡിക്റ്റ് പ്രയർ അനുഗ്രഹത്തിന്റെ ശുശ്രൂഷ ഇന്ന് ആരംഭിച്ച് 100-ാം ദിനത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഈ ശുശ്രൂഷയെ പ്രോത്സാഹിപ്പിക്കുകയും എന്നോട് ചേർന്ന് ദൈവത്തെ സ്തുതിക്കുകയും ദൈവാനുഗ്രഹങ്ങൾ മക്കൾക്ക് ലഭിക്കുവാൻ പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന പ്രിയ മാതാപിതാക്കളെ, നിങ്ങൾക്ക് വേണ്ടി ഒത്തിരി സ്നേഹത്തോടെ ദൈവസന്നിധിയിൽ ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. കരിയാട് പ്രാർത്ഥനാ പ്രേക്ഷിത ഭവനിൽ നിന്നും സംപ്രേഷണം ചെയ്യുന്ന ഈ ശുശ്രൂഷ നിങ്ങളെല്ലാവരും സന്തോഷത്തോടെ സ്വീകരിച്ചതിൽ ദൈവത്തിന് നന്ദി പറയുന്നു. നിങ്ങളെ ഒത്തിരി സ്നേഹത്തോടെ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ 100-ാം ദിനത്തിൽ ഇന്ന് പ്രത്യേകമായി മക്കളെ സമർപ്പിക്കുമ്പോൾ ദൈവപരിപാലനയും ദൈവ സംരക്ഷണവും നമുക്ക് ലഭിക്കുവാൻ വേണ്ടി, ലക്ഷ്യബോധത്തോടുകൂടി മക്കൾ മുമ്പോട്ട് പോകാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ മക്കളുടെ എല്ലാ നിയോഗങ്ങളെയും ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ച് അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കാം. കർത്താവിന്റെ വലിയ കരുണ നമ്മുടെ കുടുംബങ്ങളുമേൽ ഒഴുകിയിറങ്ങുവാൻ, തലമുറകളുടെ മേൽ ഒഴുകിയിറങ്ങുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. വഴിതെറ്റി പോകുന്ന ഓരോ യുവജനങ്ങളെയും, അവരുടെ പ്രതിസന്ധികളെയും, അവരുടെ ജീവിത വ്യാപാരങ്ങളെയും മനസ്സിന്റെ എല്ലാ തലങ്ങൾ പ്രത്യേകമായി സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. വലിയ ദൈവകൃപയാൽ മക്കൾ നിറയട്ടെ. യെശയ്യാ പ്രവാചന പുസ്തകം 49-ാം അധ്യായം 25-ാം വചനം, നിന്നോട് പോരാടുന്നവരോട് ഞാൻ പോരാടുകയും നിന്റെ മക്കളെ രക്ഷിക്കുകയും ചെയ്യും. കർത്താവ് അരുളി ചെയ്യുന്ന ഈ വചനം നമ്മുടെ മക്കൾക്കെതിരെ ഉണ്ടാവുന്ന എല്ലാ ശത്രുതകൾ, മക്കളുടെ നാശം ആഗ്രഹിക്കുന്ന ഏതെങ്കിലും വ്യക്തികളോ തിന്മയുടെ ഏതെങ്കിലും മേഖലകളോ, മക്കളുടെ വിജയത്തിൽ അസൂയ പോലുന്ന ഏതെങ്കിലും ശക്തികളുണ്ടെങ്കിൽ അവയൊക്കെ വളരെ പെട്ടെന്ന് തന്നെ പരാജയപ്പെട്ട് മക്കൾ അനുഗ്രഹത്തിലേക്ക് വരുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, ഞങ്ങളുടെ മക്കളെ അവിടുത്തെ തിരുരക്തത്താൽ കഴുകണമേ എന്നും അവിടുത്തെ തിരിച്ചുപറിയാൽ വിശുദ്ധീകരിച്ച് അനുഗ്രഹിക്കണമേ എന്നും വചനം നിറച്ച് മക്കൾ തിരുവചനത്തോട് താല്പര്യമുള്ളവരായി വചനം വായിച്ച് വചനം പഠിച്ച് മിടുക്കരാകട്ടെ എന്നും നമുക്ക് പ്രാർത്ഥിക്കാം. യെശയ്യാ 49:25 നിന്നോട് പോരാടുന്നവരോട് ഞാൻ പോരാടുകയും നിന്റെ മക്കളെ രക്ഷിക്കുകയും ചെയ്യും. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ മക്കളെ പ്രത്യേകമായ വിധം ശുശ്രൂഷയെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ മക്കളുടെ വിജയത്തിൽ അസൂയ പോകുന്ന ഏതെങ്കിലും ശക്തികളോ വ്യക്തികളോ തിന്മയുടെ ശക്തികളോ മക്കളെ വെല്ലുവിളിക്കുകയും എതിർക്കുകയും അവരുടെ വിജയത്തിൽ സങ്കടപ്പെടുന്നുണ്ടെങ്കിൽ കർത്താവെ, അവരെ എല്ലാം അവിടുത്തെ അനുഗ്രഹത്താൽ പൊതിയണമേ. പ്രത്യേകം എല്ലാ ശത്രുക്കളുടെ കണിയിൽ നിന്നും ഞങ്ങളുടെ മക്കളെ കാത്തുപരിപാലിക്കുകയും ദൈവാനുഭവത്തിലേക്ക്, ദൈവകൃപയിലേക്ക് ഞങ്ങളുടെ മക്കൾ ഉയരുകയും ചെയ്യട്ടെ. ഈശോയെ, അവിടുത്തെ വചനത്തിൽ ആശ്രയിച്ച് കൗദാശിക ജീവൻ നയിച്ച് ഞങ്ങളുടെ മക്കൾ വിജയിക്കട്ടെ. ഒരു ശക്തിക്കും ഒരു തിന്മയ്ക്കും ഞങ്ങളുടെ മക്കളെ കീഴടക്കാൻ പറ്റാത്ത വിധം കൗദാശിയുടെ വലിയ അനുഭവത്താൽ ഞങ്ങളുടെ മക്കളെ നിറയ്ക്കണമേ. കർത്താവെ, അവിടുത്തെ വലിയ സ്നേഹവും ചൈതന്യവും വചനത്തിന്റെ ശക്തിയും ഞങ്ങളുടെ മക്കളെ വലയം ചെയ്യട്ടെ. അങ്ങനെ എപ്പോഴും അവരുടെ പ്രിയ മക്കളായി അവർ ജീവിക്കുകയും അനുഗ്രഹമാവുകയും ചെയ്യട്ടെ. ആമീൻ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.